ജോബ് ഫെയർ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നവോദയ വിദ്യാലയ സമിതി 1377 ഒഴിവിൽ വിജ്ഞാപനം വരുന്നു. നവോദയ വിദ്യാലയങ്ങളുടെ ഹെഡ് ഓഫീസുകളിലും റീജിയണൽ ഓഫീസുകളിലും ജവഹർ നവോദയ വിദ്യാലയങ്ങളുമായി അനധ്യാപക തസ്തികകളിലായിരിക്കും അവസരം. തസ്തിക, ഒഴിവ്, യോഗ്യത, പ്രായപരിധി എന്നിവ നമുക്ക് നോക്കാം. മെസ് ഹെൽപ്പർ ഗ്രൂപ്പ് സി ജോലിയാണ്. 442 ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 10ാം ക്ലാസ് ജയം. ഗവൺമെൻറ് റെസിഡൻഷ്യൽ സ്ഥാപനം അല്ലെങ്കിൽ സ്കൂളിൽ 5 വർഷം പരിചയമുണ്ടായിരിക്കണം. NVS നിർദ്ദേശിക്കുന്ന സ്കിൽ ടെസ്റ്റ് ജയം അനിവാര്യമാണ്. അതുപോലെ പ്രായം പറയുന്നത് 18 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയാണ് മെസ് ഹെൽപ്പറിന് പറയുന്നത്. അടുത്തത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് JNV കേഡർ ഗ്രൂപ്പ് സി. നിലവിൽ 360 ഒഴിവാണുള്ളത്. സീനിയർ സെക്കൻഡറി അതായത് +2 ജയം. ഇംഗ്ലീഷ് ടൈപ്പിംഗ് മിനിറ്റിൽ 30 വാക്ക് വേഗം അല്ലെങ്കിൽ ഹിന്ദി ടൈപ്പിങ്ങിൽ മിനിറ്റിൽ 25 വാക്ക് വേഗം അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് പ്രാക്ടീസ് ആൻഡ് ഓഫീസ് മാനേജ്മെൻറ്റ് വെക്കേഷൻ വിഷയമായി സീനിയർ സെക്കൻഡറി +2 ജയം അനിവാര്യമാണ്. അപ്പോൾ പ്രായപരിധി പറയുന്നത് 18 വയസ്സ് തൊട്ട് 27 വയസ്സ് വരെ. അടുത്തത് ലാബ് അറ്റൻഡർ 161 ഒഴിവാണ് നിലവിലുള്ളത്. 10ാം ക്ലാസ് ജയം. ലാബോറട്ടറി ടെക്നിക് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സയൻസ് സ്ട്രീം 12ാം ക്ലാസ് ജയം. ഇപ്പോൾ പ്രായം പറയുന്നത് 18 വയസ്സ് മുതൽ 30 വയസ്സ്. അടുത്ത ഇലക്ട്രീഷ്യൻ കം പ്ലംബർ 128 ഒഴിവാണുള്ളത്. 10ാം ക്ലാസ് ജയം. ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ പ്ലംബിംഗ് ട്രേഡ് ITI സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യം. ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷനും അപ്ലയൻസസ് മെയിൻ്റെനൻസും 2 വർഷം പരിചയം, 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ പ്രായം പറയേണ്ടത് 18 വയസ്സ് മുതൽ 40 വയസ്സ്. അടുത്തത് ഫീമെയിൽ സ്റ്റാഫ് നേഴ്സ് ഗ്രൂപ്പ് ബി. നിലവിലെ 121 ഒഴിവാണുള്ളത്. നേഴ്സിംഗ് ഗ്രേഡ് A 3 വർഷം ഡിപ്ലോമ സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ BSc നേഴ്സിംഗ്, ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ, സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ 2.5 വർഷം ജോലി പരിചയം ഉണ്ടായിരിക്കണം. പ്രായപരിധി 35 വയസ്സ് വരെയാണ് പറയുന്നത്. അടുത്തത് കാറ്ററിംഗ് സൂപ്പർവൈസർ 78 ഒഴിവാണ് നിലവിലുള്ളത്. ഹോട്ടൽ മാനേജ്മെൻറ്റ് ബിരുദം, ബിരുദ പഠൻ മാർക്കും കാറ്ററിംഗ് ട്രേഡ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ 10 വർഷം സർവീസും ഉണ്ടായിരിക്കണം. പ്രായപരിധി 35 വയസ്സ്. അടുത്തത് സ്റ്റെനോഗ്രാഫർ നിലവിൽ 23 ഒഴിവാണുള്ളത്. +2 ഡിക്റ്റേഷൻ 10 മിനിറ്റിൽ 80 വാക്ക് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് പ്രാഗൽഭ്യം ഉണ്ടായിരിക്കണം. പ്രായപരിധി 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെ. അടുത്തത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് HQRO കേഡർ. നിലവിൽ 21 ഒഴിവാണുള്ളത്. സീനിയർ സെക്കൻഡറി അത് +2 ജയം. ഇംഗ്ലീഷ് ടൈപ്പിംഗ് മിനിറ്റിൽ 30 വാക്ക് വേഗം അല്ലെങ്കിൽ ഹിന്ദി ടൈപ്പിങ്ങിൽ 25 വാക്ക് മിനിറ്റിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ സെക്രട്ടറിയൽ പ്രാക്ടീസ് ആൻഡ് ഓഫീസ് മാനേജ്മെൻറ്റ് വെക്കേഷണൽ വിഷയമായി സീനിയർ സെക്കൻഡറി അതായത് +2 ജയം ഉണ്ടായിരിക്കണം. പ്രായപരിധി 18 വയസ്സ് മുതൽ 27 വയസ്സ്. അടുത്തത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് 19 ഒഴിവ്. 10ാം ക്ലാസ് ജയമാണ്. പ്രായപരിധി 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ. ഓഡിറ്റ് അസിസ്റ്റൻറ്റ് 12 ഒഴിവാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. BCom സർക്കാർ, അർദ്ധ സർക്കാർ അല്ലെങ്കിൽ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അക്കൗണ്ട്സ് വർക്കുകളിൽ 3 വർഷത്തിൽ കുറയാനുള്ള പരിചയം അത് ആണ് വേണ്ടത്. അതുപോലെ തന്നെ പ്രായം പറയുന്നത് 18 വയസ്സ് മുതൽ 30 വയസ്സ്. അടുത്തത് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ 5 ഒഴിവാണുള്ളത്. ബിരുദം, കമ്പ്യൂട്ടർ ഓപ്പറേഷൻ പ്രാവീണ്യം, അതുപോലെ തന്നെ 3 വർഷത്തെ ജോലി പരിചയം ഉണ്ടായിരിക്കണം. പ്രായപരിധി 23 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ് പറയുന്നത്. അടുത്തത് ജൂനിയർ ട്രാൻസ്ലേറ്റ് ഓഫീസർ നിലവിൽ 4 ഒഴിവാണുള്ളത്. ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയിൽ മാസ്റ്റർ ബിരുദം. ഇംഗ്ലീഷിലാണ് മാസ്റ്റർ ബിരുദമെങ്കിൽ ബിരുദതലത്തിൽ ഹിന്ദി ഒരു വിഷയമായി പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ ഇംഗ്ലീഷ്, ഹിന്ദി എന്നിവ വിഷയങ്ങളായി ഏതെങ്കിലും ബിരുദം, ട്രാൻസ്ലേഷൻ ഡിപ്ലോമ അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ട്രാൻസ്ലേറ്റർ ജോലികളിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രായപരിധി 32 വയസ്സ് കവിയാൻ പാടുള്ളതല്ല. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ BCA, BSc, BE, BTech കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ITA. പ്രായപരിധി 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ. ലീഗൽ അസിസ്റ്റൻറ്റ്
നിലവിൽ ഒരു വേക്കൻസിയാണുള്ളത്. നിയമബിരുദമാണ് ആവശ്യം. അതുപോലെ തന്നെ 3 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായപരിധി 23 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ് പറയുന്നത്. നിലവിൽ ഇത്രയും തസ്തികയാണുള്ളത്. അതിൽ ഇത്രയും വേക്കൻസിയും ഉണ്ട്. അപ്പോൾ ഒഫീഷ്യൽ സൈറ്റിൽ കയറി PDF നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ നല്ല അവസരമാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ഒഴിവുകളുണ്ട്. ഓരോ എല്ലാവരുടെയും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള വ്യത്യസ്തമായ ഒഴിവുകളാണുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. അപ്പോൾ ഔദ്യോഗിക വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതിന് വരേക്കും ബൈ.